മസ്കറ്റിൽ നിന്ന് കേരളത്തിലേക്കുള്ള സർവീസുകൾ വീണ്ടും റദ്ദാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. മസ്കറ്റിൽ നിന്ന് കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ സർവീസുകളും മാർച്ച് 28 വരെ നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇതിൽ കണ്ണൂർ സർവീസ് മാത്രമാണ് ഏപ്രിൽ 1 മുതൽ പുനരാരംഭിക്കുന്നത്. പ്രവാസികളെ വീണ്ടും ദുരിതത്തിലാക്കിക്കൊണ്ട് മസ്കറ്റിൽ നിന്ന് കേരളത്തിലേക്കുള്ള സർവീസുകൾ വീണ്ടും റദ്ദാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മസ്കറ്റിൽ നിന്ന് കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ സർവീസുകളും മാർച്ച് 28 വരെ നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇതിൽ കണ്ണൂർ സർവീസ് മാത്രമാണ് ഏപ്രിൽ 1 മുതൽ പുനരാരംഭിക്കുന്നത്. മറ്റു സർവീസുകൾ റദ്ദാക്കിയത് ഏപ്രിൽ 4 വരെ നീട്ടിയിട്ടുണ്ട്. അതേസമയം മസ്കറ്റിൽ നിന്ന് മുംബൈ, ഡൽഹി സെക്ടറുകളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ തുടരും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നടപടിക്കെതിരെ പ്രവാസികളിൽ പ്രതിഷേധം ശക്തമാണ്. ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ എംബസിയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. ചാർട്ടേഡ് വിമാനങ്ങൾ ഒരുക്കുകയോ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ ചെയ്യണമെന്നും വിമാനക്കുറവും പ്രവാസികളുടെ യാത്രാപ്രയാസവും പരിഹരിക്കാനുള്ള നടപടി വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. വിമാന കമ്പനികളെ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ നടപടി വേണമെന്നും അസാധാരണ സാഹചര്യങ്ങളിൽ ടിക്കറ്റ് നിരക്കുകൾ നിയന്ത്രിക്കാൻ സർക്കാരുകൾ ഇടപെടണമെന്നും ആവശ്യം ശക്തമാണ്. പരമാവധി നിരക്ക് നിശ്ചയിക്കുന്നത് സാധാരണ യാത്രക്കാരെ സഹായിക്കും. പ്രവാസികൾക്ക് അടിയന്തര യാത്രാ ആവശ്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓൺലൈൻ സംവിധാനം സജ്ജമാക്കണമെന്നും ഇതിലൂടെ മുൻഗണനാക്രമത്തിൽ യാത്രാ സൗകര്യം നൽകാനാവുമെന്നും പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് നിലവിൽ സർവീസുകൾ തുടർച്ചയായി റദ്ദാക്കുന്നത്. ചികിത്സയ്ക്കും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കുമായി നാട്ടിലേക്ക് പോകാനിരിക്കുന്നവരും പെട്ടെന്ന് തന്നെ ജോലിയിൽ തിരികെ എത്തേണ്ടവരടക്കമുള്ളവരാണ് ഇതുവഴി ദുരിതത്തിലായത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.